അശോകേട്ടന്റെ കരിയറിന്റെ തുടക്കം മുതൽ സിദ്ദീഖ് ലാൽ കൂട്ടായ്മയുടെ ഒരു സൗഹൃദം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ ഒരു പിന്തുണയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ആ സൗഹൃദത്തിനെ കുറിച്ച് എന്താണ് നമ്മളോട് ഷെയർ ചെയ്യാനുള്ളത്? സിദ്ദീഖ് ലാലിനെ ആദ്യം ഞാൻ കാണുന്നതും ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് പരേഡൊന്നും ഇല്ല, മിക്സ് പരേഡൊന്നും ഇല്ല. അപ്പോൾ സിദ്ദിഖ് ലാല് പ്രോഗ്രാം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കോമ്പറ്റീഷൻ പോകുമ്പോഴും അവരുടെ പ്രോഗ്രാം ഉണ്ടാവും. അപ്പോഴെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. കാരണം അവർ അവതരിപ്പിക്കുന്ന സ്കിറ്റ്, ഓരോ സംഭവങ്ങളും ഭയങ്കര അളവും ഭയങ്കര നീറ്റുമായിരുന്നു. ആ ഒരു അവതരണ ശൈലിയും ഭയങ്കര ഗംഭീരമായിരുന്നു. പിന്നെ ഇവർ തമ്മിലുള്ള പ്രോഗ്രാം ഞങ്ങൾ യന്ത്രമനുഷ്യനൊക്കെ അന്നും അവരിങ്ങനെ ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കലാഭവന്റെ ഗാനമേള ഇന്റർവെല്ലിൽ വരുന്നത്. അതിനുമുമ്പ് ഇവരുടെ പരേഡ് കണ്ടിട്ടുണ്ട്. പരേഡ് തുടങ്ങിയ വർഷമൊക്കെ കൊതിയായിട്ടുണ്ട് അവരുടെ കൂടെ ഒന്ന് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു കൊതി ഉണ്ടായിരുന്നു. ശേഷമാണ് ഞാൻ കലാഭവനിൽ വരുന്നത്. കലാഭവനിൽ വന്നതിന് ശേഷവും ഇവരെ കാണുന്ന ഒരു അത്ഭുതത്തോട് തന്നെ കാണാം. പിന്നീട് ഇവരായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ഇവരായിട്ട് ഭയങ്കര സൗഹൃദമായി. പിന്നെ ഈ പുല്ലേപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ക്യാമ്പ്. അവിടെ ആ സ്റ്റേഡിയത്തിൽ പോയിരിക്കും. സ്റ്റേഡിയത്തിൽ പോയിരിക്കുന്ന തമാശകൾ പറയും, സംസാരിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് രാത്രിയാകുമ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ചായയും കുടിച്ച് അവിടെ നിന്ന് പിരിയും. ഇങ്ങനെ കുറേ വർഷങ്ങളോളം. അതിനുശേഷമാണ് കലാഭവൻ വിട്ടിട്ട്, അപ്പോഴും ഇവർ സബ്ജക്റ്റുകൾ പറയും. അന്നേ ചെറിയ ചെറിയ സബ്ജക്റ്റുകൾ എഴുതുമായിരുന്നു. അന്ന് പറഞ്ഞ സബ്ജക്റ്റുകളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് കലാഭവനിൽ മാറി ഹരിശ്രീയിൽ തുടങ്ങി. ആ വർഷം കുറേ പ്രോഗ്രാം ചെയ്തു. അപ്പൊ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞ ലാലൊരു തമാശ പറഞ്ഞ സിദ്ദിഖ് എൻ്റെ കൗണ്ടർ പറയും. സിദ്ദിഖ് ഒരു തമാശ എൻ്റെ കൗണ്ടർ. ഈ കൗണ്ടറെല്ലാം ഭയങ്കര ഡീസന്റ് കൗണ്ടറുകളായിരുന്നു. ഇവരുണ്ടാക്കുന്ന ഐറ്റംസും എല്ലാം നല്ല ഗംഭീര സംഭവങ്ങളാണ്. അങ്ങനെ ഒരു സ്റ്റേജ് ചെയ്യാൻ നേരത്തെ അതിന്റെ ഡിസിപ്ലിനും എങ്ങനെയാണ് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടതെന്നൊക്കെ ഇവരിൽ നിന്ന് കുറേ പാഠങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇവര് ഹരിശ്രീയിൽ നിന്നാണ് ഫാസിൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകുന്നതും. അതിനുശേഷം പോകുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഹരിശ്രീയിലേക്ക് കയറുന്ന ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി, ഓഫീസിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറുന്ന സ്റ്റെപ്പ് കയറി നിൽക്കുമ്പോൾ ഇവർ താഴെ ഇങ്ങനെ നിന്നിട്ട് എനിക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കൈ തന്നിട്ട് പടിയിൽ നിൽക്കുമ്പോൾ എന്നിട്ട് ഞങ്ങള് പോവാണ് പാച്ചിക്കട പടത്ത്. പാച്ചിക്കാന്നാ അവർ വിളിക്കണം ഫാസിൽ സാറിന്. ഞങ്ങൾ പോവാണ് വിത്തിൻ 5 years അതിനുള്ളൊരു പടം ഡയറക്റ്റ് ചെയ്തില്ലെങ്കിൽ മെറ്റഡോർ ടെമ്പോയിൽ ഞങ്ങളുടെ സീറ്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞാണ് അവർ പോകുന്നത്. 5 വർഷത്തിനുള്ള ഒരു പടം ചെയ്തു. റാംജി റാവു സ്പീക്കിംഗ് തന്നെ ഗംഭീരമായിട്ടുള്ള പടം. അപ്പൊ ഇപ്പൊ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ, അതായത് നിങ്ങളെല്ലാവരും അശോകന്റെ ഇഷ്ടംപോലെ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ 100 ദിവസം തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ സിനിമകളുടെ നിറ സാന്നിധ്യമാണ്. എല്ലാവർക്കും അശോകന്റെ ഒരു മുഖവും മനസ്സിലുണ്ട്. അശോകൻ ചേട്ടൻ വളരെ കുറച്ച് സിനിമകളിലാണ് താടി വെക്കാതെ അഭിനയിച്ചിട്ടുള്ളൂ, ഷേവ് ചെയ്ത് അഭിനയിച്ചിട്ടുള്ളൂ. അതിലേതെങ്കിലും ഒരു പടത്തിന്റെ പേര് പറഞ്ഞാൽ മതി, 100 രൂപ വരും. ഡയാനയ്ക്കും പങ്കെടുക്കാം. 100 രൂപ സമ്മാനം. 100 രൂപ? 100 രൂപ. പിന്നെ ഇത് പറയണേന് പിന്നെ കിട്ടും. അത് കിട്ടില്ല, നീ പറയൂലെന്ന് എനിക്കറിയാം. ഇതിപ്പോ ഞാൻ 1 ലക്ഷം പറഞ്ഞാലും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. നീ പറയില്ല, എനിക്കറിയാം. ആരാ പറഞ്ഞു കൊടുക്കുന്നേ? എന്നിട്ടാണ് പറഞ്ഞത് എന്റെ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. എല്ലാം കുറെ സിനിമ. അങ്ങനെ ബുദ്ധിപരമായിട്ട് സിനിമ കാണുന്നവരല്ല. അശോകയുടെ നായകനായിട്ടൊരു പടത്തില് അതുണ്ട്, ജ്യോതിർമയ ചേച്ചിയുടെ കൂടെ ആകാശം എന്നാണെന്ന് തോന്നുന്ന സിനിമ. ആകാശം അതില് പഠിക്കുന്നുണ്ട് ഇടക്ക്. ആകാശമുണ്ട്. അതുപോലെ വളരെ നല്ല വേഷമാണ്. മറ്റേ ജയൻ അഭിനയിച്ച ഒരു പന്നി വളർത്തു കേന്ദ്രത്തില് പിഗ്മാൻ എന്ന് പറയുന്ന പടത്തില് ഗംഭീര വേഷമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ചോദിച്ചതിന് ഉത്തരം പറ. ശരി, തോറ്റു. എല്ലാരും തോറ്റ സ്ഥിതിക്ക് ഞാൻ ഇപ്പൊ ഇതിന്റെ ഉത്തരം പറയുന്നില്ല. ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകനും അങ്ങ് തീരുമാനിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ, ഒരു അന്വേഷണം ഉണ്ടാവട്ടെ. ആയിക്കോട്ടെ. എന്നാ ശരി, ഞാൻ പറഞ്ഞുതരാം. നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും. ശരിയാ. സത്യം ശിവൻ സുന്ദരം എന്ന പടത്തില് ഞാനൊരു ഫ്രഞ്ച് താടി വെച്ചു. അപ്പൊ അത് റാഫി മക്കാട്ടി പറഞ്ഞു ചേഞ്ച് എന്തെങ്കിലും വേണം നമുക്ക് രൂപത്തില്. അപ്പൊ അതിന് ഫ്രഞ്ച് താടി വെക്കണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നാടൻ പെണ്ണും നാട്ടുപ്രമാണിക്കും വേണ്ടി ഞാൻ പോകുന്നത്. രാജസേനൻ സാറാണ് എന്റെ ഡയറക്ടർ. പുള്ളി എന്നെ കണ്ടപ്പോ തന്നെ അത് പറഞ്ഞ് താടി എടുത്തു. കാരണം നാടൻ പെണ്ണ് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഫുൾഗാൻ താടി എടുത്തു. അവിടെ ചെന്ന് താടി ഇല്ലാതെ മീശൊന്നും ഒരുപാട് ഞാൻ കൂട്ടി വളർത്തി. എനിക്കറിയാം കുഴപ്പമാവുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ സാറിന്റെ കോൺസെപ്റ്റിൽ ശരിക്ക് താടിയുള്ള ഒരു അശോകനാണ്. അവിടെ ചെന്ന് കണ്ടപ്പോ താടി എന്ത് ചെയ്യുന്ന വെച്ച് ഷോർട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. വേറെ താടി ഞാൻ പഠിച്ചു, മറ്റേ പടത്തിൽ വേണ്ടി പഠിച്ചാണ്. അയ്യോ അത് ശരിയാവില്ല, പിന്നെ അങ്ങനെ താടി ഒട്ടിക്കേണ്ടി വരും. താടി ഒട്ടിച്ചാൽ ബോറായിരിക്കും. ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു പണി ചെയ്യാം, ഞാൻ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ മേക്കപ്പ് ചെയ്തു, കോസ്റ്റ്യൂം ഇട്ടു, ഈ മീശ ഇങ്ങനെ പിരിച്ചു. അതിലൊരു ഗുണ്ടയാണ്, ജയറാമിന്റെ ഗുണ്ട, പൈസയൊക്കെ പിരിക്കാൻ നടക്കുന്നത്. മീശയൊക്കെ പിരിച്ചു വെച്ച് ചെന്ന് ഇതുവരെ ഒന്ന് കയറ്റി വെച്ച് ചെന്നപ്പോ സാറ് ഇത് ഓക്കെ. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടായി, ആ താടി എടുത്താലും നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. മലയാള സിനിമയിൽ ഇപ്പൊ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന നായക നടന്മാരിൽ ഒരാളാണ് അർജുൻ അശോകൻ. അദ്ദേഹത്തിന്റെ ഇപ്പൊ സജീവമായിട്ട് വളരെ തിരക്കുള്ള നടനാണ്. ഈ അടുത്ത കാലത്തുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ ഹിറ്റുകളായിരുന്നു. അപ്പോൾ മകനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിലെ അഭിനയം എന്നുള്ള കാര്യം
കുഞ്ഞിലെ മുതലേ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നോ? അവൻ പഠിക്കുമ്പോഴേ സ്കൂളിൽ അവൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുറച്ച് മോണോ ആക്ടിങ് കാര്യങ്ങളൊക്കെ സ്കൂളിലുണ്ടായിരുന്നു, ഡാൻസ് ചെയ്യുമായിരുന്നു അവിടെ. അങ്ങനെയാണ് അവന്റെ സംഭവങ്ങൾ. പിന്നെ കലാപരമായിട്ട് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും അല്ലായിരുന്നു അവന്. ആദ്യം ചെയ്തത് വേറൊരു പടമാണ്. അത് ചെയ്തതിന് ശേഷം നാദൃഷൊക്കെ പറഞ്ഞിട്ട് അവര് ചെയ്യുന്ന ഒരു പടത്തിൽ ഒരു വേഷം ചെയ്തു. അപ്പോഴും അത് രണ്ടും അത് കയറി വേണ്ട വിധത്തിൽ അത് ഹിറ്റായില്ല. പിന്നെ അവൻ പറഞ്ഞു ഇനി വേണ്ട, ഇനി ചെയ്യണ്ട എന്ന് പറഞ്ഞോ? അവൻ പറഞ്ഞു ഇനി വേണ്ട അച്ഛന്ന് പറഞ്ഞു. എനിക്ക് പോണം ഇംഗ്ലണ്ടിൽ പോണം, പഠിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ പരിപാടികളും ഞങ്ങൾ പേപ്പേഴ്സ് വർക്ക് എല്ലാം നടത്തി. അവിടെ ഉള്ള ആൾക്കാരെ ഫ്രണ്ട്സിനെ വിളിച്ചു, മോൻ അങ്ങോട്ട് വരുന്നുണ്ട്, എല്ലാം റെഡിയായി. ഇനി അവൻ ഒരു മാസം കഴിഞ്ഞാൽ പോകും. അപ്പോഴാണ് അവന് ഈ ആം സിക്നസ് കൂടിയത്. അവൻ വന്നിട്ട് പറഞ്ഞു അച്ഛോ എനിക്ക് അമ്മയുടെ ആദ്യം പറഞ്ഞു വൈഫിനോട് എനിക്ക് പോകണ്ട, കാരണം നിങ്ങൾ രണ്ടുപേരും കാണാതിരുന്ന ഭയങ്കര വിഷമാവും എനിക്കെന്ന് പറഞ്ഞിട്ട്. ആൾ അങ്ങനെ ഒരാളാ. ഇപ്പൊ ഷൂട്ടിങ്ങിന് പോയാലും ശരി ഇടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ഞാനും വിളിക്കണം, അമ്മയും വിളിക്കണം, അങ്ങനെ വൈഫും വിളിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെച്ചു. അത് വേണ്ടാന്ന് വെച്ചല്ല പറഞ്ഞ്, ഞാൻ അതിന് പോകുന്നതിന് ആ പൈസ, അതിന് മുടക്കുന്ന പൈസ എനിക്ക് ഞാനൊരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു. എന്ത് ബിസിനസ് ചെയ്യാനാണ്? എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അതിലേക്ക് തിരിഞ്ഞു. അവനിപ്പോ ഒരു കാർ ബാത്ത് എന്ന് പറഞ്ഞ കാർ സർവീസ് ചെയ്യുന്ന സ്ഥാപനമുണ്ട്. അവനും വേറെ രണ്ടുപേര് പാർട്ട്ണറായിട്ട്. പിന്നെ ഒരു പൊറോട്ട ചപ്പാത്തി കമ്പനി ഉണ്ട്. അങ്ങനെ രണ്ടും നല്ല ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ പഠിക്കാൻ കൊടുത്ത കാശ് കൊണ്ട് അവൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അവന്റെ തീരുമാനം നന്നായിരുന്നു. പിന്നെ ഇപ്പൊ സിനിമകൾ ഇങ്ങനെ സജീവമായിട്ട് പോകുന്നുണ്ട് പലരും. അതിപ്പോ ഞാൻ സിനിമ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും എന്നോട് ചോദിക്കും എങ്ങനെയുണ്ട് അച്ഛേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അറിവ് വെച്ച് നമ്മൾ പറയും. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഇങ്ങനെ പല ഡയറക്ടർ, പ്രിയൻ സാറ്, രഞ്ജിത്ത് ഏട്ടൻ, പിന്നെ സുരേഷ് ഏട്ടൻ, മേനക സുരേഷ് ഏട്ടൻ, ഇവരൊക്കെ, മണിയമ്പിള്ള രാജു, അങ്ങനെ ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് അവൻ നന്നായിട്ടുണ്ട് അപ്പൊ അതിനുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അതല്ല അർജുനെ, അവൻ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ആൾക്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു സിനിമാ നടന്റേതായ ഒരു പവറിലൊന്നും അല്ല. അറിഞ്ഞ് വളരെ സാധാരണക്കാരനായിട്ട് നടന്നു വരികയും നിൽക്കുകയും വർത്താനം പറയുകയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. വളരെ നല്ല പെരുമാറ്റമുള്ള ഒരാളാണ്. നമുക്കൊരു വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളെ പോലെ തോന്നും അർജുനോട് നമുക്ക് ഇടപെടുമ്പോൾ എന്നുള്ളത് വലിയൊരു കാര്യമാണ് അവരോട് ചെയ്യുമ്പോഴല്ല.